സാർ ഞാൻ നേരത്തെ വന്നിരുന്നു. അപ്പൊ സാർ എത്തിയിരുന്നില്ല. എൻ്റെ റീസർവേയുടെ കാര്യം അറിയാനാ. ഫയൽ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ സബ്മിറ്റ് ചെയ്യും. 2 ആഴ്ച കഴിഞ്ഞ് വരും. അയ്യോ, 2 ആഴ്ച മുമ്പ് വന്നപ്പോൾ ഇത് എന്നാ പറഞ്ഞത്? ഇത് ഇത്തിരി കഷ്ടമാണ് സാറേ, ഞങ്ങൾ പരീക്ഷിക്കരുത്. എൻ്റെ സുഹൃത്തെ, ഞാൻ പറഞ്ഞില്ലേ പ്രോസസ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. സമയം എടുക്കും. ഓഫീസിൽ കമ്പ്യൂട്ടറും കഥ പറച്ചിലും ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ സമയം എടുക്കും. ഇത്തിരി കഷ്ടമാണ് സാറേ. താൻ എന്താണ് പറഞ്ഞത്? തന്റെ ശാസനം കേൾക്കാനല്ലേ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. 1 ആഴ്ച കൂടി കഴിഞ്ഞാൽ ഫയൽ വിടുന്നുള്ളൂ. ഇവിടെ ഒരു ബഹളം? ആദ്യം ക്ലാർക്കുമാരെ കൊണ്ട് പണി ചെയ്യിക്കാൻ പഠിക്കും സാറേ. ഈ ഓഫീസിൽ കയറി ഇറങ്ങി എന്റെ 3 ചെരുപ്പാ തേഞ്ഞത്. ചുമ്മാ ചെരുപ്പ് ഇടയിൽ കൊടുക്കാൻ എന്റെ കാശൊന്നുമില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. കാണാം. എടോ, ആ റീസർവേയുടെ ഫയൽ സബ്മിറ്റ് ചെയ്യാൻ ഇന്നലെയും കൂടെ തന്നോട് ഞാൻ പറഞ്ഞല്ലേ. ഇനി ഞാൻ ആക്ഷൻ എടുക്കും. ക്ലർക്കുമാർ ചെയ്യുന്ന ഓരോ തെറ്റിന് തെറി കേൾക്കുന്ന സാറിനാ. തന്റെ അച്ഛൻ എത്ര ഭേദമായിരുന്നടോ. ചില മക്കള് കാരണം തെറി അച്ഛന്മാർക്കാണ്. ഇവനെയൊക്കെ അച്ഛനെ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ അവസാന ആഗ്രഹമായിട്ട് അച്ഛന്റെ ജോലിക്ക് ഞാൻ പോണെന്ന് പറഞ്ഞിട്ട് മരിക്കായിരുന്നില്ലേ? ജോലി കിട്ടണമെങ്കിൽ 10ാം ക്ലാസ് പാസ്സാവണ്ടേ മോളെ? അല്ലേലും അമ്മ എപ്പോഴും 3 സൈഡല്ലേ. ഇത് എന്തായാലും ഞാൻ അങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. മഹാരാജാവ് എഴുന്നള്ളി. നീ അവനെ മനപ്രയാസപ്പെടുത്തല്ലേ. അമ്മ ചുമ്മാ ഇരുന്നേ. മോളെ, ഡയറക്ടർ ആങ്ങളൊന്ന് നിന്നേ. ഇതൊന്ന് വായിച്ചു നോക്ക്.